കോന്നിയിൽ ഒരു ആനക്കുട്ടി ചെരിഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള കോന്നിയിൽ ഒരു ആനക്കുട്ടി ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ ഈ ആനകളുടെ പറയുന്നത്. ഞങ്ങളിപ്പോൾ വരുന്ന ടൈമിൽ ഫോറസ്റ്റ് ഓഫീസറുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കണ്ടായി. അപ്പോൾ അതിൽ മൂപ്പരടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ആനകളെ കുറിച്ചിട്ട് ചോദിച്ചു, അതുപോലെ ഗവി ഫോറസ്റ്റിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മൂപ്പര് പറഞ്ഞു തന്നു. മൂപ്പര് പേര് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾ ഒരു അല്പസമയം സംസാരിച്ചിട്ടാണ് അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കോന്നിയിലെ ആനക്കുട്ടി ചെരിഞ്ഞൊരു കാര്യം ഞാൻ പറയാൻ കാരണം, ഈ ആനകളുടെ ഒരു പ്രത്യേകത ഉണ്ട്. ആനകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിപ്പം കൊണ്ട് മാത്രമല്ല, ഈ ബുദ്ധി കൊണ്ടും ഭയങ്കര അത്ഭുതകരമാണ് ആനകളുടെ ഓരോ സ്റ്റോറികളും. കാരണം ആനകൾക്ക് 2 തലമുറ അപ്പുറം ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആനകൾക്കുണ്ടെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മൾ പറഞ്ഞത്. ഒരു തള്ളിയതോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ഇതൊരു റിയൽ ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ കാണാറുണ്ടാവും ഈ ആനക്കുട്ടിനെ ഉപേക്ഷിച്ച് കിട്ടി, അതുപോലെ ആനക്കുട്ടിനെ റോട്ടിൽ കണ്ടു കിട്ടി എന്നുള്ളതൊക്കെ. അത് വളരെ ചുരുക്കമായിട്ട് ആനകളുടെ അടുത്ത് മിസ്സായി പോകും. വളരെ അപൂർവമായിട്ട് ആനകളുടെ അടുത്ത് ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഇത് മിസ്സായി പോകാറുള്ളൂ. ബട്ട് ഇത് ശരിക്കും സംഭവിക്കുന്നത് ഈ ആനക്കുട്ടിക്ക് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ആനക്കുട്ടിക്ക് ലൈഫിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ലാത്ത ആനക്കുട്ടികൾ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടുള്ള ആനക്കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ആനകൾ ഉപേക്ഷിച്ച് പോകുന്നതാണ് അധികവും. അപ്പോൾ ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇത് റിയൽ സ്റ്റോറിയാണ്. നിങ്ങൾ ആനകളെ കുറിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ആനകൾ. അപ്പോൾ ഈ അയ്യപ്പൻ ആനക്കുട്ടിയുടെ കാര്യം പറയാൻ കാരണം, കോന്നിയിൽ ചെരിഞ്ഞ ആനക്കുട്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിട്ട് അവരെ വിചാരിച്ചിരുന്നത് ഇത് സർവൈവ് ചെയ്യുമെന്നാണ്. ഈ ആനകൾ ഉപേക്ഷിച്ച് പോയ കുട്ടീനെ കിട്ടിയപ്പോൾ അവർ വിചാരിച്ചു ഈ ആന സർവൈവ് ചെയ്യുന്നു. ബട്ട് ഈ ആന സർവൈവ് ചെയ്തില്ല. അത് ആനകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് എന്ത് ചെയ്ത് ആ കുട്ടീനെ മേ ബി ഉപേക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് കാര്യങ്ങളൊക്കെ നോക്കി, ആനയുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ സർവൈവ് ചെയ്യും എന്ന് വിചാരിച്ച ആനക്കുട്ടി ചെരിയണമെങ്കിൽ ഈ ആനകൾക്ക് അത്രയും ഇതിനെ സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു അറിവുണ്ടായതുകൊണ്ടായിരിക്കും മേ ബി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആനകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതുപോലെ ശിരുവാണി പോയ സമയത്ത് ഞാൻ നമ്മുടെ ഫ്രണ്ടാണ് രഞ്ജിത്ത് സാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, സുഭാഷ് സാറ്, രഞ്ജിത്ത് സാറൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ സാറിനോട് ഞാൻ ചോദിക്കേണ്ടായി, എന്തുകൊണ്ട് സാറേ ഈ ആനകൾ ഇത്രയും കാടും ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ആനകൾ എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള കാരണം? ആനകൾക്ക് എന്താ കാട്ടിൽ നിന്നുകൂടെ? ഇത്രയും കാട്, ഇത്രയും ഭയങ്കര വ്യാപിച്ച് കിടക്കുന്ന കാടല്ലേ, ഇഷ്ടംപോലെ തീറ്റകളുണ്ട്. ബട്ട് എന്തിനാണ് ഈ ആനകൾ കൂട്ടായിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞത്. പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാരണമാണ് എനിക്ക് തോന്നിയത്, കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ആനകൾ സഞ്ചരിക്കുന്നത് അവരുടെ മുൻ തലമുറ, അതായത് അവരുടെ മരണപ്പെട്ടു പോയ തലമുറകൾ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് ആനകൾക്കുണ്ട്. അതായത് അവരുടെ 2 പിൻതലമുറ സഞ്ചരിച്ച വഴിയായിരിക്കാം അന്നത് കാടായിരിക്കാം, ഇന്ന് നമ്മളവിടെ അത് ഗ്രാമപ്രദേശമായിട്ട് അവിടെ വീട് വെച്ചിട്ടുണ്ടാവും, ഇന്ന് നാടായിട്ടുണ്ടാവും, അവിടുത്തെ ആളുകൾ താമസിക്കുന്നുണ്ടാവും. ആ മുമ്പ് താമസിച്ച വഴികളിൽ, മുമ്പ് നടന്നുപോയ വഴികളിലൂടെയാണ് ഇന്നത്തെ തലമുറ ആനകൾ നടക്കുന്നത്. അതാണ് ആന നാട്ടിലേക്ക് ഇറങ്ങിയെന്ന് പറയാനുള്ള ഒരു കാരണമാണ് കേട്ടോ. അത് പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം കൂടിയാണ് ഇത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇത്? ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. ഈ ആനകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ജീവനാണ്. അതിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് തന്നെ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ മൈൻഡ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താ അറിയോ, എന്താ ഈ മോക്ക് ചാർജിങ് എന്താണ്, ഈ ആന റിയൽ ചാർജ് എന്താണ്, മോക്ക് ചാർജിങ്. ഈ മോക്ക് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സംസാരിച്ചു പോകാൻ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ആന നമ്മളെ പേടിപ്പിച്ചു വിടുന്നത്, പോടാ അവിടുന്ന്, എൻ്റെ ഏരിയ നിന്ന് പോടാ, എൻ്റെ മുമ്പ് പോടാന്ന് ആട്ടി വിടുന്ന ആട്ടുണ്ടല്ലോ, ആ ഒരു ആട്ടാണ് ശരിക്കും നമ്മൾ ആട്ടി വിടുന്ന പോലെ ആന നമ്മൾ അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തന്നെ പോ അവിടുന്ന് അങ്ങനെ പറയുന്ന പോലത്തെ ഒരു ചാർജിങ് ആണ് ഈ മോക്ക് ചാർജിങ് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നിൽക്കരുത്, ആന നമുക്കൊരു സിഗ്നൽ തരും, വാണിംഗ് വരുന്നതാണ് അത് മോക്ക് ചാർജിങ് പറയുന്നത്. ബട്ട് അത് റിയൽ ചാർജ് ചെയ്യാന്ന് പറയുന്നത് ചെവി പുറകിലോട്ട് പിടിച്ച് തുമ്പി മടക്കിയിട്ട് നമ്മളെ ചെയ്യാനായിട്ട് വരും. അപ്പോൾ അതിനൊന്നും നമ്മൾ ആനകളെ എടുത്ത് നിന്ന് കൊടുക്കാൻ പാടില്ല. അതിനെക്കുറിച്ചൊക്കെ എങ്ങനെ ഫോറസ്റ്റിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അറിയണം. ഒരുപാട് ആളുകൾക്ക് ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ആളുകൾ കാണാണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാട്ടിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാനെ കാണുമ്പോൾ ആനയുടെ ആംബിയൻസ് കാണുമ്പോൾ ആന ഓക്കെ ആണോ, ആന കൂളായിട്ടാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആന ദേഷ്യത്തിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നമ്മളിനി ഒരുപാട് യാത്രകളുണ്ട്, എല്ലാത്തിലും നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒരു മടുപ്പും വെറുപ്പും ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നൊമാഡ് പുള്ളേഴ്സ് എന്നുള്ള പേരിൽ, അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഫോളോ ചെയ്തു. അതിൽ ഒരുപാട് നമ്മൾ റീൽസുകൾ ഇടാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗവിയെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം.